ഹലോ, പുതിയൊരു വീഡിയോയിലിട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു ചിക്കൻ റെസിപ്പി ആയിട്ടാണ്. ചിക്കൻ പെരട്ടെന്നൊക്കെ വേണം വിളിക്കും, പക്ഷേ അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതിന്. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം കൂടെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനും നമ്മൾ മസാലയൊക്കെ പുരട്ടി നമ്മൾ വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു. അതിൻ്റെ അകത്തേക്ക് നന്നായി ചൂടായി വന്നപ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു സൈഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയി. ഇനിയിപ്പം അത് മറിച്ചിട്ട് മറു സൈഡും കൂടെ ആയി കഴിയുമ്പോഴേക്കും നമ്മളതിനെ അത് കോരിയെടുക്കുക. ഇനി ഇത് കോരിയെടുത്ത് കഴിയുമ്പോഴേക്കും ബാക്കി ഇരിക്കുന്ന ചിക്കനും കൂടി ഈ എണ്ണയിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതും ഒരു സൈഡൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് മറിച്ചിട്ടു. അപ്പോൾ ആ രണ്ട് സൈഡും ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മളിത് കോരിയെടുത്തു. ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് പൊട്ടിച്ചിടുകയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, സവോള എല്ലാം കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവോളയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1.5 ടീസ്പൂൺ ചിക്കൻ മസാലകൾ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ നല്ലപോലെ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി അതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ആ മൂട തുറന്നെടുത്ത കേട്ടോ ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്രേവി ഒന്നുമില്ല, എന്നപ്പോലും വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ചിക്കൻ പുരട്ടെന്നൊക്കെയാണ് ഇതിന് പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാണെങ്കിലും വളരെ ടേസ്റ്റിയാണ്. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി തന്നെയാണ്. ചിക്കൻ്റെ എല്ലാ റെസിപ്പികളും തന്നെ നമുക്ക് വളരെയധികം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ സബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ്. നമ്മൾ പുതിയ ചാനലാണ്. എല്ലാവരും കാണണം, ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.